പാവറട്ടി വിശുദ്ധ യൗസേ പിതാവിന്റെ 150-ാം തിരുനാൾ 24, 25, 26 തീയതികളിൽ ആഘോഷിക്കും. വിവിധ മേഖലകളിലായി ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. 25 ശനിയാഴ്ച തൃശൂർ അതിരൂപതാ മെത്രാൻ ആൻഡ്രൂസ് താഴത്ത് നവീകരിച്ച ദേവാലയത്തിന്റെ ആശീർവാദം നിർവഹിക്കും. തുടർന്ന് വിശുദ്ധ കുർബാനയും രൂപക്കൂടുകളുടെ എഴുന്നള്ളിപ്പും ഉണ്ടായിരിക്കും. തിരുനാൾ ദിനമായ 26 ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് സിറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ കാർമ്മികനാകും. വൈകുന്നേരം 4 മണിക്ക് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രദക്ഷിണവും ഉണ്ടാകും. പള്ളിയിൽ നിന്ന് ആരംഭിക്കുന്ന പ്രദക്ഷിണം പതിവിൽ നിന്നും വ്യത്യസ്തമായി CKC മഠം വഴി പാവറട്ടി സെന്ററിലെത്തി പ്രധാന റോഡിലൂടെ 4 വരിയായാണ് പള്ളിയിലേക്ക് തിരിച്ചെത്തുക. 150-ാം തിരുനാളിനെ പ്രതിനിധീകരിച്ച് 150 പൊൻകുരിശുകൾ, 150 കുടകൾ, 150 ലില്ലിപ്പൂക്കൾ, 150 പേപ്പർ കുടകൾ, ബലൂണുകൾ എന്നിവ പ്രദക്ഷിണത്തിൽ അകമ്പടിയാകുമെന്ന് വികാരി ഫാദർ ആന്റണി ചെമ്പകശ്ശേരി പ്രൈം TVയോട് പറഞ്ഞു. പാവറട്ടി വിശുദ്ധ ഔസേ പിതാവിൻ്റെ തിരുനാൾ 24, 25, 26 തീയതികളിൽ നടക്കുകയാണ്. 25-ാം തീയതി തൃശ്ശൂർ രൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ് നവീകരിച്ച ദേവാലയം വെഞ്ചരിക്കുകയും വിശുദ്ധ കുർബാന അർപ്പിക്കുകയും രൂപക്കൂടുകൾ എഴുന്നള്ളിച്ചു വയ്ക്കുകയും ചെയ്യും. 26-ാം തീയതി സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും വചന സന്ദേശം നൽകുകയും ചെയ്യും. അന്നേ ദിവസം തന്നെ ഉച്ച കഴിഞ്ഞ് 4 മണിക്കുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഞങ്ങൾ പ്രദക്ഷിണം നടത്തുകയാണ്. ഈ ശതോത്തര വർഷത്തിൽ ആ പ്രദക്ഷിണം ഏറ്റവും വർണ്ണശബളവും ഏറ്റവും വിശ്വാസ തീക്ഷ്ണതയാൽ നിറഞ്ഞതുമാക്കണമെന്ന് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വർഷം ഇപ്രാവശ്യത്തെ പ്രദർശനം പള്ളിയിൽ നിന്ന് എടുത്തോട്ട് CKC മഠത്തിൻ്റെ വഴിയിലൂടെ കടന്ന് പാവറട്ടി സെൻറ്ററിൽ ചെന്ന് തൃശ്ശൂർ റൂട്ടിലേക്ക് തിരിഞ്ഞ് 4 വരിയായി പള്ളിയിലേക്ക് കയറുന്നതാണ്.